ഇന്നത്തെ വീഡിയോ കാന്താര കാണാൻ പോകാനുള്ള തിരക്കാണ് കേട്ടോ. അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് പഞ്ച് ചെയ്ത് നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിക്കാണ് വീട്ടിലെത്തിയത്. പിന്നെ നമ്മുടെ ജംഗ്ഷനിൽ വന്ന് നിർത്തി അവിടെ നിന്ന് ഞാൻ നേരെ വീട്ടിലേക്ക് നടന്നു പോകുന്നു. മുറ്റം നിറയും കരിയില്ല കേട്ടോ. വന്ന വഴി നേരെ കുറച്ച് നേരം കണ്ണാടിയുടെ ഫ്രണ്ടിലൊക്കെ നിന്ന് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേഗം പോയി മിറ്റടിച്ചു, വിളക്ക് വെച്ചു. വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാറുള്ളതാണ്. ചായ കുടിച്ചില്ല കേട്ടോ. പൊന്നുകുട്ടി മാകൂട്ടർ നല്ല ഉറക്കാം. അപ്പോൾ അവരെനിക്കുമ്പോഴത്തേക്കും വേഗം മീൻകറിയൊക്കെ ഉണ്ടാക്കാമല്ലോ. സിനിമയ്ക്ക് പോകണം, 9:15 ഷോയ്ക്കാണ് കേട്ടോ പോണേ. അപ്പോൾ ദേ മീൻ പുരട്ടി വെച്ചു, ചാള, പിന്നെ മീൻ കറി വയ്ക്കാനുള്ള സാധനങ്ങൾ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ മീൻ കറിയും കൂടെ അടുപ്പത്ത് വെച്ചു. പിന്നെ കാത്തുപെണ്ണിന് കൊടുക്കാൻ വേണ്ടി ചോറും കൂടെയൊക്കെ മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. കാരണം നമ്മളിനി 12:30 ആവുമല്ലോ വരുമ്പോഴേ, അപ്പോഴത്തേക്കും അവൾക്ക് വിശന്നായിരിക്കുമല്ലോ നിൽക്കണേ. അപ്പോൾ അവൾക്കുള്ള ചോറും കൂടെ എടുത്തു വെച്ചു. അപ്പോഴത്തേക്കും വാക്കുട്ടൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവനെ വേഗം കുളിപ്പിച്ചു. പിന്നെ അതേ മീൻ വറക്കാൻ വേണ്ടി അടുപ്പത്തും കൂടെ വെച്ചിട്ട് പിന്നെ വേഗം ചായ കുടിക്കാൻ പോന്നു കേട്ടോ. രാവിലത്തെ കുറച്ച് ഉപ്പുമാവും ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ദേ അപ്പോഴത്തേക്കും പൊന്നുകുട്ടി എണീറ്റ് വന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണേ. അപ്പോൾ ഇന്ന് സ്കൂളിൽ പോയി പഠിച്ച ബോയിന്ന് എഴുതണ വാക്കുകൊണ്ടൊരു ബോയുടെ പടം വരയ്ക്കാൻ വേണ്ടി എന്നെ കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ ദേ അത് വരച്ച് തന്നതൊക്കെ കാണിച്ച് ഞങ്ങൾ 3 പേരും കൂടെ ചായയൊക്കെ കുടിച്ചു. അച്ചയ്ക്ക് ഉപ്പാവ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചു. കഴിക്കലൊക്കെ കഴിഞ്ഞ് വാക്കുടനെ 2 തോക്കെടുത്തിട്ട് വന്നു. ഇതിലേതാ അമ്മച്ചിക്ക് വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കൊണ്ടുതരാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ദേ നമ്മുടെ കറി റെഡിയായി, മീൻ വറുത്ത് റെഡിയായി. പിന്നെ ഞാൻ ഓടിപ്പോയി കുളിച്ചു കേട്ടോ. അപ്പോൾ 9 മണി ആകാൻ ഏകദേശം ഒരു 5 മിനിറ്റും കൂടെ ഉള്ളൂ. വേഗം റെഡിയായി പൊന്നുകുട്ടീനെ മേൽ കഴിയിച്ചു. വാകൂടെ പിന്നെ മുന്നേ കുളിപ്പിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ റെഡിയായി കണ്ണാടിയുടെ മുന്നിൽ മനസ്സോടെ അച്ഛനെ പിടിച്ച് നിർത്തി കേട്ടോ. അങ്ങനെ ദേ ഡോറൊക്കെ അടച്ച് ഞങ്ങൾ ഇതേ പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ കുറുമശ്ശേരിയിലെ കൃപയിലാണ് കേട്ടോ സിനിമയ്ക്ക് പോണത്. കണ്ണപ്പനുണ്ട് കേട്ടോ. കണ്ണപ്പൻ അങ്ങനെ പ്ലാൻ ചെയ്താണ് എല്ലാവരും കൂടി പോണത്. ഞങ്ങൾ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഫസ്റ്റ് പോർഷൻ കാന്താര എന്ന് എഴുതി കാണിക്കുന്നതൊക്കെ വീഡിയോ എടുക്കണം ഓർത്തിട്ട് ഒന്നും നടന്നില്ല കേട്ടോ. കാരണം അന്നേരം പൊന്നുകുട്ടി മാകൂട്ടരുടെ മടിയിൽ ഇരിക്കാനുള്ള തിരക്കായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് നിന്നൊക്കെ എടുത്ത വീഡിയോസാണിത്. അങ്ങനെ എന്തായാലും സിനിമ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ചില സിനിമകൾ നമുക്ക് കണ്ടിറങ്ങുമ്പോൾ അതിൻ്റെ ആ ഒരു ഫീലും എഫക്റ്റൊക്കെ കുറേ നേരം നിൽക്കും. കുറേ നാളായിട്ടോ എല്ലാവരും കൂടെ ഒരുമിച്ച് സിനിമയ്ക്ക് പോകണമെന്നൊക്കെ പറയണു. ഏതായാലും അത് നടന്നു. അങ്ങനെ എല്ലാവരും സീറ്റിൽ നിന്നൊക്കെ എനിക്ക് പോയി കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ എന്തേ പോകുന്നത്. പൊന്നുകുട്ടി മാകൂട്ടർ നേരത്തെ കിടന്ന് ഉറങ്ങിയായിരുന്നു. അവരും ഉറങ്ങിയില്ല കേട്ടോ. നല്ല ഇഷ്ടത്തിലിരുന്ന് സിനിമ എല്ലാം കണ്ടു കേട്ടോ. കുറച്ച് നേരമൊക്കെ പേടിയൊക്കെ തോന്നിയെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഓക്കെ.